ഞാൻ അവരോട് ചോദിച്ചത് 3 കാര്യങ്ങളാണ്. വണ്ടിയുടെ ശബ്ദം കുറഞ്ഞല്ലോ, അതെങ്ങനെ? ഈ ICNG എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇതിന് എന്ത് മൈലേജ് കിട്ടും? ഇവരോടല്ല, ഇവർ വണ്ടി കാണാൻ വന്നവരാ. നമ്മൾ ചോദിച്ചത് ടാറ്റ മോട്ടോഴ്സിലെ എഞ്ചിനീയർമാരോടാണ്. ടാറ്റ മോട്ടോഴ്സിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗിയർ ഷിഫ്റ്റർ. ഞാൻ എന്താ പറഞ്ഞത്? മനോഹരമായിട്ടുള്ള ഗിയർ ഷിഫ്റ്റർ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഗിയർ ഷിഫ്റ്റർ കണ്ടത് ക്രെറ്റ N-ലൈനിലാണ്, മാനുവലിൽ. പക്ഷേ ഷിഫ്റ്റർ കൊള്ളാം. ഷിഫ്റ്ററിൻ്റെ ഫീലും ഫീഡ്ബാക്ക് അങ്ങനെ ഉണ്ട്. ഹോണ്ടയുടെ പോലെ ക്ലിക്ക് ഫീലല്ല, മാരുതിയുടെ പോലെ അത്ര എന്താ പറയുക കൃത്യതയില്ല. കാരണം ഒരു ചെറിയ ഒരു ഫോൾസ് ഷിഫ്റ്റ് ഒക്കെ ഇടയ്ക്ക് വരും. കാരണം നമ്മളിപ്പോൾ സെക്കൻഡിൽ നിന്ന് എടുത്തിട്ട് തേർഡ് ആഴ്ച 50ക്ക് പോവും. അതായത് ഇത്തിരി ട്രാവൽ കൂടുതലാണ്, ഇത്തിരി വലിയ ഷിഫ്റ്ററാണ്. പക്ഷേ ഇത് ഘാതങ്ങൾ അകലെയാണ് ഇഫ് യു കമ്പയർ വിത്ത് ഓൾഡ് ടാറ്റ മോട്ടോഴ്സ് വണ്ടികൾ, അതല്ലെങ്കിൽ പഴയ ടിയാഗോ. ഓക്കെ, ടാറ്റ മോട്ടോഴ്സിൻ്റെ വാങ്ങാൻ പറ്റിയ വണ്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഏറ്റവും ബെസ്റ്റായിട്ട് വാങ്ങാൻ പറ്റിയ വണ്ടി എന്ന് പറയുന്നത് ടാറ്റ ടിയാഗോ ആണെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു സിറ്റി കാറായിട്ട് കൊണ്ടു നടക്കാനും, എന്നാൽ ഒരു വലിയ കാറിൻ്റെ ഇതുപോലുള്ള റൈഡ് ക്വാളിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഹൈവേയിൽ എടുത്ത് പോകാനും പറ്റിയൊരു വണ്ടിയാണ് ടാറ്റ ടിയാഗോ. ഈ ടിയാഗോയുടെ പുതിയ പതിപ്പ്, ഉടച്ചു വാർത്ത് വന്ന പതിപ്പിൽ ഒരു CNG KMT ഉണ്ട്, ഈ ഒരു വണ്ടിക്ക് KMT മാനുവലുണ്ട്. പക്ഷേ ഞാൻ ഓടിക്കാൻ തിരഞ്ഞെടുത്തത് മാനുവലാണ്. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്, ടോപ്പ് എൻഡ് മാനുവലാണ്. ലോകത്തെ അപൂർവ വണ്ടികൾക്ക് എല്ലാ പവർ ട്രെയിനും വെച്ച് ഓടാനുള്ള, എല്ലാ ഫ്യൂലും ഓടുന്ന പവർ ട്രെയിനും വെച്ച് ഓടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യയിൽ അത് ടിയാഗോയ്ക്കാണ്. ഇതിന് ഡീസലിലായിരുന്നു മുന്നേ, പെട്രോൾ, CNG, ഇലക്ട്രിക്. ഇപ്പോൾ ഇലക്ട്രിക്കും പെട്രോളും CNG ഉള്ളൂ, ഡീസലില്ല. എന്നാലും എല്ലാ മോഡലും വെച്ച് ഓടാനുള്ള ഭാഗ്യം ടിയാഗോ ഉണ്ടായിട്ടുണ്ട്. ഇത് അടിമുടി ഉടച്ചു വാർക്കപ്പെട്ട പുതിയ ടിയാഗോ ആണ്. ഈ ടിയാഗോയുടെ കളർ എങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയുണ്ടോ? രൂപത്തിൽ കുറേ പ്രത്യേകതകളുണ്ട്. പിന്നെ EV പോലല്ല, EVയേക്കാൾ കുറച്ച് വ്യത്യാസങ്ങൾ ഈ വണ്ടി കാണാം. ഇതാണ് പുതിയ ടിയാഗോ. ടിയാഗോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ടിയാഗോയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് 3 സിലിണ്ടർ എഞ്ചിനാണ്, 1.2 ആണ്. ഓക്കെ, ഈ 1.2 ഇന്ത്യയിലെ ബെസ്റ്റ് എഞ്ചിനാണോ? ഈ എഞ്ചിൻ എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ Z12 കിടപിടിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊരു കമ്പാരിസന് വേണ്ടി പറയുമ്പോൾ മാരുതി സുപ്പീരിയറാണ്, അത് സംശയമൊന്നും വേണ്ട. പക്ഷേ ഈ ഒരു എഞ്ചിൻ്റെ NVH ലെവൽസ് മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പുതിയ പതിപ്പിലെന്ന് പറയാം. അതുപോലെ ഇതിന് ലോ ആൻഡ് ടോർക്ക് ഒരു ഇത്തിരി കുറവാണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ ഇതിൻ്റെ മിഡ് റേഞ്ച് അങ്ങോട്ട് കയറി പോകുന്നത് നല്ല രസമായിട്ടാണ്. ടിയാഗോയുടെ പുതിയ പതിപ്പിൽ ഈ വണ്ടിയുടെ NVH ലെവല് നല്ലോണം മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഒന്നുകൂടി സ്മൂത്തായി എന്നാ പറയാനുള്ളത്. സ്മൂത്തായി എന്ന് പറയുമ്പോഴേ അതിന് എൻജിൻ സെയിം തന്നെയല്ലേ, പിന്നെ എന്ത് NVH മാറ്റം എന്നാണെങ്കിൽ ഇവർ ഈ വണ്ടിക്ക് ഉപയോഗിച്ച ഫയർവാൾ എന്ന് പറയുന്നത് ഓൾട്രോസ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ക്യാബിനിൽ കൂടുതൽ റിഫൈൻമെൻറ്റും കൂടുതൽ NVH ലെവൽ കൺട്രോൾഡുമായിട്ട് തോന്നുന്നത്. ഇതിൻ്റെ ഡ്രൈവബിലിറ്റി നല്ലതാണ്. അതായത് ഈ ടിയാഗോയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് മോഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തി ഉണ്ടാവും? ഇല്ല. 20 കിലോമീറ്റർ മുതൽ, ഓക്കെ 20 കിലോമീറ്റർ മുതൽ സെക്കൻഡ് ഇട്ടു, 20 കിലോമീറ്റർ മുതൽ എത്ര കിലോമീറ്റർ പോവും? 90 കിലോമീറ്റർ വരെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകാം. അങ്ങനെ സെക്കൻഡ് ഗിയറിൽ പോകുമ്പോൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഞാൻ 7ലേക്ക് പറയുമ്പോൾ 5ലേക്ക് പോയി. അതാണ് ഞാൻ പറഞ്ഞ ഒരു കൺഫ്യൂസിങ് ഷിഫ്റ്ററിൻ്റെ ഒരു ബിഹേവിയർ ഞാൻ പറഞ്ഞത്. സ്റ്റിൽ ഇതിൻ്റെ മിഡ് റേഞ്ചും ടോപ്പ് എൻഡും ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ എന്ന നിലയ്ക്ക് നല്ലതാണ് എന്നാണ് പറയാനുള്ളത്. നല്ലതെന്ന് പറയുമ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട്, മികവുണ്ട് എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓടിക്കാൻ രസമുള്ള വണ്ടിയാണോ? ഓടിക്കാൻ രസമുള്ള വണ്ടിയാണ്. ഇതിന് എന്താ പവർ? ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 86 PS ആണ്. ടോർക്ക് എന്ന് പറയുന്നത് 113 ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ അത്രയും പവർ ടോർക്ക് ഫിഗറുള്ളൊരു വണ്ടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ CNG പതിപ്പുണ്ട്. CNG പതിപ്പിന് 10 ന്യൂട്ടൺ മീറ്ററും 12 ന്യൂട്ടൺ മീറ്ററോളം കുറവുണ്ട്. അതുപോലെ 10 HP കുറവാണ്. നിരത്തിൽ കാണുന്ന സാധാരണ CNG കാറുകൾ അഥവാ ബൈ ഫ്യൂൽ വെഹിക്കിൾസ് ഉണ്ടല്ലോ, അതായത് പെട്രോളും CNGയിലും ഓടുന്ന വണ്ടികൾ, അവയെപ്പോലെയേ അല്ല ICNG ടാറ്റയുടെ. കാരണം ടാറ്റയുടെ ഈ ICNG എന്ന് പറയുന്നത് ടാങ്കിൽ ഒരു തുള്ളി പെട്രോൾ ഇല്ലെങ്കിൽ പോലും ഡയറക്റ്റ് CNGയിൽ സ്റ്റാർട്ടാവും. ടാറ്റയുടെ ഡയറക്റ്റ് CNG സ്റ്റാർട്ടിൻ്റെ വിദ്യ എന്താണെന്ന് വെച്ചാലേ, തണുത്ത അവസ്ഥയിൽ എഞ്ചിൻ അങ്ങ് ജാം ആവാതെയും സ്റ്റോൾ ആവാതെയും ഒക്കെ ഗ്യാസിൽ സ്റ്റാർട്ടാക്കാൻ ടാറ്റ അവരുടെ CNGയുടെ പ്ലംബിങ്ങിലും ECU ലോജിക്കിലൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിക്കുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇതിന് സഹായിക്കുന്നത് പറയാം. ഒന്നെന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് അഡ്വാൻസ് ECU ആണ്. സാധാരണ CNG കാറുകളിലെ പെട്രോളും CNGക്കും 2 വ്യത്യസ്ത ECUകളാവും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള ഒരു കൺവേർഷന് ഒരു ചെറിയ ലാഗ് ഉണ്ടാവും. എന്നാൽ ടാറ്റ ഇതിനായിട്ട് ഒറ്റ അഡ്വാൻസ്ഡ് അൾട്രാ ഫാസ്റ്റ് ECU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കീ തിരിക്കുന്ന ആ സമയത്ത് തന്നെ തണുത്ത
എഞ്ചിൻ്റെ സിലിണ്ടറിനുള്ളിൽ CNG കൃത്യമായിട്ട് കത്താൻ ആവശ്യമായിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സർ, അതുപോലെ സ്പാർക്ക് പ്ലഗിൻ്റെ ടൈമിങ്ങും ഒക്കെ ഈ ഒരു സ്മാർട്ട് ECU സ്വയം കണക്കൂട്ടി അങ്ങോട്ട് ക്രമീകരിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് CNG കാറുകളെ സ്റ്റാർട്ടാക്കാൻ എപ്പോഴും പെട്രോളിൻ്റെ ആവശ്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പെട്രോൾ സ്റ്റാർട്ടാകുന്നതുകൊണ്ടാ? നമ്മൾ CNG സ്റ്റാർട്ടാക്കുമ്പോൾ അതെപ്പോഴും പെട്രോളിലാണ് സ്റ്റാർട്ടാകുക. വണ്ടി സ്റ്റാർട്ടായിട്ട് കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം മാത്രമേ, അതായത് എഞ്ചിൻ ചെറുതായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ അത് CNGക്ക് മാറുള്ളൂ. ഇതിന് പിന്നിൽ കൃത്യമായിട്ട് ചില മെക്കാനിക്കൽ കാര്യങ്ങളുണ്ട്. അതിനാദ്യം CNG എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയണ്ടേ? കാറിലെ CNG എന്ന് പറയുന്നത്, ആ CNGയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ടയറിലടിക്കുന്ന കാറ്റിൻ്റെ മർദ്ദമായിട്ടുള്ള PSI, പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് കണക്കിൽ ചിന്തിച്ചാൽ വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കാറിൻ്റെ ടയറിൽ വെറും 32 PSI മുതൽ 35 വരെയൊക്കെയാണ് അടിക്കുക. എന്നാൽ ഒരു CNG കാറിൻ്റെ അകത്ത് നടക്കുന്നത് ഇതിൻ്റെ 100-ലധികം ഇരട്ടി പ്രഷറാണ്. നമ്മൾ CNG പമ്പിൽ ചെന്നിട്ട് ഗ്യാസ് അടിക്കുകയാണ്, അതായത് CNG അടിക്കുകയാണ്. കാറിൻ്റെ ഡിക്കിയിലുള്ള 2 ടാങ്കുകൾ ICNGയുടെ കാര്യത്തിൽ, ആ സ്റ്റീൽ സിലിണ്ടറുകളിലേക്ക് ഗ്യാസ് കയറുന്നത് ഏകദേശം 2900 PSI അഥവാ 200 ബാർ എന്നുള്ള ഭീമമായ പ്രഷറിലാണ്. ടയറിൽ 32 PSI ഞാൻ പറഞ്ഞു, അത് വെച്ച് താരതമ്യം ചെയ്താൽ എത്ര ഇരട്ടിയാണെന്ന് ഊഹിക്കാലോ. ഇത്രയും ഉയർന്ന പ്രഷറിൽ ഗ്യാസ് സൂക്ഷിക്കുന്നതുകൊണ്ടാണ് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഇന്ധനം അവിടെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത്. ഡിക്കിയിലെ സിലിണ്ടറിൽ നിന്നും കാറിൻ്റെ മുന്നിലേക്കുള്ള എഞ്ചിൻ ബേയിലേക്ക് ഗ്യാസ് വരുന്നത് കട്ടിയുള്ള പ്രത്യേക സ്റ്റീൽ പൈപ്പുകളിലൂടെയാണ്. ഈ പൈപ്പുകളിലൂടെ കടന്നു പോകുമ്പോഴും ഇതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 2900 PSI തന്നെയായിരിക്കും. അതായത് അവിടെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ എഞ്ചിന് ഈ 2900 PSI ഒന്നും അത്ര പ്രഷറൊന്നും ഗ്യാസ് താങ്ങാൻ കഴിയില്ല. അത് എഞ്ചിനെ തകർത്ത് തരിപ്പണായി കളയും. അവിടെയാണ് ബോണറ്റിനടിയിലുള്ള പ്രഷർ റെഗുലേറ്റർ അഥവാ പ്രഷർ ഡ്രോപ്പർ എന്ന് പറയുന്ന ആ ഒരു ഉപകരണം തൻ്റെ മാജിക് കാണിക്കുന്നത്. ഈ റെഗുലേറ്റർ ഉണ്ടല്ലോ, ഇത് സിലിണ്ടറിൽ നിന്ന് വരുന്ന 2900 PSI പ്രഷറിനെ ഒറ്റയടിക്ക് വെറും 30 PSI മുതൽ 50 PSI വരെ കുറയ്ക്കും. ഏകദേശം നമ്മുടെ കാറിൻ്റെ ടയറിലെ പ്രഷറിൻ്റെ അതേ അളവാവും. ഇങ്ങനെ പെട്ടെന്ന് പ്രഷർ കുറയുമ്പോൾ അവിടെ കടുത്ത തണുപ്പുണ്ടാവും. ഫ്രീസിങ് എഫക്റ്റ് എന്നാ പറയുന്നത്. ഈ തണുപ്പ് കാരണം റെഗുലേറ്റർ ജാം ആകാതിരിക്കാൻ എഞ്ചിനിലെ ചൂടുള്ള കൂളൻ്റ് ഇതിലൂടെ കടത്തി വിട്ടിട്ടാണ് ഇതിനെ ചൂടാക്കി നിർത്തുന്നത്. അതിനായിട്ടാണ് വണ്ടി ആദ്യം പെട്രോൾ സ്റ്റാർട്ടാവുന്നതും ചൂടായ കൂളൻ്റ് ഉപയോഗിച്ച് ഈ റെഗുലേറ്ററിനെ ഒന്ന് ഉണർത്തുന്നതും പിന്നീട് CNGയിലേക്ക് മാറുന്നതും. ഇവിടെയാണ് ടാറ്റയുടെ ICNGയുടെ ബ്രില്യൻസ് ഇരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടാകുമ്പോൾ തന്നെ തണുത്ത എഞ്ചിൻ സിലിണ്ടറിനകത്ത് CNG കൃത്യമായി കത്താൻ ആവശ്യമായിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സറും സ്പാർക്ക് പ്ലഗിൻ്റെ ടൈമിങ്ങും ഒക്കെ സ്വയമായിട്ട് കണക്ക് കൂട്ടിയിട്ട് ക്രമീകരിച്ച് വെക്കും. ഗ്യാസ് വെറുതെ എഞ്ചിനിലേക്ക് കടത്തി വിടുന്നതിന് പകരം ടാറ്റ ഇതിനായിട്ട് ഉയർന്ന ശേഷിയുള്ള പ്രത്യേക സീക്വൻഷ്യൽ ഇഞ്ചക്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇവ ഗ്യാസിനെ കൃത്യമായ മർദ്ദത്തിൽ എഞ്ചിൻ്റെ ഇൻടേക്ക് വാൽവുകൾ തൊട്ടരയിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്യുന്നത്. CNGയുടെ ഗ്യാസ് വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത തണുപ്പ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഫ്രീസിങ് എഫക്റ്റ് മാറ്റാനായിട്ട് ടാറ്റ അവരുടെ പ്രഷർ റെഗുലേറ്റർ നിർമ്മിക്കുമ്പോൾ ഉയർന്ന തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ആധുനിക മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ കൂളൻ്റ് ചൂടാകുന്നതിന് മുന്നേ തന്നെ ഈ കടുത്ത തണുപ്പിനെ പ്രതിരോധിക്കാൻ ഈ സിസ്റ്റത്തിന് പറ്റും. കൂടാതെ പെട്രോൾ തരുന്ന ലൂബ്രിക്കേഷൻ ഇല്ലാതെ ഡ്രൈ ആയി സ്റ്റാർട്ടാകുമ്പോൾ വാൽവുകൾക്ക് തേയ്മാനം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എഞ്ചിൻ്റെ ഘടകങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകിയിട്ടുണ്ട്. പെട്രോൾ തീർന്നു പോയിട്ട് വഴിയിൽ പെട്ടുപോകാതിരിക്കാൻ ടാറ്റ ഈ സൗകര്യം തരുന്നുണ്ടെങ്കിലും അവരുടെ സിസ്റ്റം കുറച്ചുകൂടി സ്മാർട്ടാണ്. പുറത്ത് കടുത്ത മഞ്ഞാണെങ്കിലോ താപനില 0 ഡിഗ്രിക്ക് താഴെയാണെങ്കിലോ എഞ്ചിൻ സംരക്ഷിക്കാൻ ECU ആദ്യം പെട്രോൾ തന്നെയാവും സ്റ്റാർട്ടാവുക. അത് ഓക്കെ. പക്ഷേ വാങ്ങുകയാണെങ്കിൽ പെട്രോൾ വാങ്ങണോ CNG വാങ്ങണോ മാനുവൽ വാങ്ങണോ AMT വാങ്ങണോ എന്ന് വെച്ചാൽ ഞാൻ പറയും ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്, ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഈ മാനുവൽ മോഡലാണ്. ഈ മാനുവൽ മോഡലിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ക്ലച്ചിൻ്റെ ട്രാവലും ലൈറ്റ് ക്ലച്ചുമായതുകൊണ്ട് നമുക്ക് ഓടിക്കാനായിട്ട് ഈസിയാണ് എന്നുള്ളതാണ്. അതുപോലെ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഓട്ടോമാറ്റിക് പോലെ കൊണ്ടുനടക്കാന്ന് പറയുമ്പോഴേ അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് വേറെ. അപ്പോൾ ഇത് ഓടിക്കുമ്പോഴേ നമുക്ക് ആദ്യം ഒരു ഇനീഷ്യൽ എടുക്കുമ്പോൾ നമുക്കൊരു ഇത്തിരി ടോർക്ക് കുറവൊക്കെ ഫീൽ ചെയ്യും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കാലം എടുത്ത് ഓടിക്കുമ്പോൾ ആ വണ്ടി സ്പീഡ് കയറുന്നുണ്ട്, അത്യാവശ്യം നല്ല സ്പീഡ് കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല സെക്കൻഡ് ഗിയറിൽ 90 കയറുന്നുണ്ട്. 4ാമത്തെ ഗിയറിൽ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ 3000 RPM അത് 93 കിലോമീറ്റർ സ്പീഡാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 12.3 കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നത് ഞാൻ നന്ദിഹിൽസൊക്കെ പോയിട്ട് വെറും 3.5 ഇപ്പോൾ കാണിച്ച് തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നതും മാനുവൽ മോഡാണ് കൂടുതൽ എന്നെനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഈ വണ്ടിയോട് കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്ന ആ ഒരു ഫീലൊക്കെ തന്നെയാണ്. അതായത്
NVH ലെവൽസ് ഉണ്ട്, നോയ്സ് ആൻഡ് വൈബ്രേഷൻസ് ഹാർഡ്നെസ് ഒരിത്തിരി കൂടുതലാണ് ഇഫ് യു കമ്പയർ വിത്ത് അതർ കാർ. സ്റ്റിൽ ഈ വണ്ടിക്ക് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നത് ഇതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഉപരി സേഫ്റ്റി ഉണ്ട് മോട്ടോഴ്സ് പറയുന്നത്. അപ്പോൾ സേഫായിട്ടൊരു വണ്ടി വേണമെന്നുള്ളത് ഇപ്പോൾ മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മൊത്തത്തിലൊരു മിനിമം റിക്വയർമെൻ്റ് ആണ്. ആ മിനിമം റിക്വയർമെൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വാങ്ങുമ്പോൾ ഒരു നല്ല വണ്ടി വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ടിയാഗോയുമായിട്ട് തടസ്സം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് മാരുതി എഞ്ചിൻ അത്ര റിഫൈൻഡ് അല്ല, അതല്ലെങ്കിൽ മാരുതി എഞ്ചിൻ അത്രയും സ്മൂത്ത് അല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ വണ്ടി ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ എന്താ പറയുക എയർ ബാഗ് വാങ്ങാനായിട്ട് ആ ബോഡിയുടെ മോൾഡിംഗ് എല്ലാം മാറ്റി പണിതപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ പുതിയ മോഡലായപ്പോൾ ഇതിൻ്റെ NVH ലെവൽ ഒന്നുകൂടി മെച്ചപ്പെട്ടപ്പോൾ ഒരു ഇത്തിരി കൂടി സ്മൂത്തായി മാറി എന്നുള്ളത് തന്നെയാണ് ടിയാഗോയെ കുറിച്ച് പറയാനുള്ളത്. അത് തന്നെയാണ് ടിയാഗോയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് നല്ലതാണ്, ഞാൻ പറയുന്നത് വീലല്ല, ഈ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ലൈറ്റാണ് സിറ്റിയിൽ, എന്നാൽ ഹൈവേയിൽ ഒത്തിരി സ്പീഡൊക്കെ കൂടി ഓടിക്കുമ്പോൾ ഒരു വെയിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒത്തിരി കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്. അതൊക്കെ ഗുണമായിട്ട് കാണാം. പിന്നെ ലൈൻ ചേഞ്ചൊക്കെ കാണാം, ബോഡി റോളും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. സ്റ്റിൽ ബോഡി റോൾ ഉണ്ട്, ഒരു ഹാച്ച് ബാക്ക് എന്ന നിലയ്ക്ക് ഇതിന്. പിന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള മനോറിങ്ങോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒക്കെ രസമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ സിറ്റിയിലാണ് യൂസ് ചെയ്യുന്നത്, സിറ്റിയിൽ നിന്ന് ഇടയ്ക്ക് ഒരു ലോങ് ഡ്രൈവ് എടുത്ത് പോകണം, ഇടയ്ക്ക് ലോങ് ഡ്രൈവ് എടുത്ത് ഹൈവേയിൽ ഓടിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ടിയാഗോ ചേരും എന്നുള്ളതാണ്. കാരണം ടിയാഗോയ്ക്ക് ഒരു USP ആയിട്ട് സേഫ്റ്റിയാണ് പറയുന്നതെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി മികവുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിലും അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് ഈ വണ്ടിക്ക്. ഇതിൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 4,69,000 രൂപയ്ക്കാണ്. അതുപോലെ ഈ ഒരു ടോപ്പിന് മോഡലിന് ഏറെക്കുറെ 7-8 ലക്ഷത്തോളം വരുന്നു കൊടുക്കുമോ. അപ്പോൾ അത്രയും വില വ്യത്യാസം ആ രണ്ട് വണ്ടിക്ക് ഉണ്ടാകുമ്പോൾ അത്രയും ഫീച്ചേഴ്സ് ഡിഫറൻസ് വണ്ടികൾ തമ്മിലുണ്ട്. ഫോർ എക്സാമ്പിൾ 360 ക്യാമറ പോലുള്ള കാര്യങ്ങൾ, വയർലെസ് ചാർജിങ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയാം. പിന്നെ ഈ വണ്ടിക്ക് ഓട്ടോ വൈപ്പേഴ്സും ഓട്ടോ ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, അത് ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഓട്ടോ വൈപ്പേഴ്സിൻ്റെയും ഓട്ടോ ഹെഡ് ലാംപ്സിൻ്റെയും ആ ഒരു സെൻസർ ഗ്ലാസ്സിലുണ്ട്. അപ്പോൾ ടാറ്റ ടിയാഗോ ഒരിക്കലും ഒരു മോശം വണ്ടി ആയിരുന്നില്ല. ടാറ്റ ടിയാഗോ മെച്ചപ്പെടുത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ടാറ്റ മോട്ടോഴ്സിൻ്റെ വാങ്ങാൻ പറ്റിയ വണ്ടികളിലൊന്ന് പഴയ ഇൻഡിക എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ വണ്ടി വന്ന ഓർമ്മയുണ്ടോ? ഇത് വന്നപ്പോൾ അന്ന് ഇതിൻ്റെ പേര് സിക്ക എന്നായിരുന്നു. അന്ന് സിക്ക വൈറസ് എന്നൊരു പേര് മാറി ടിയാഗോ എന്നാക്കി. സ്കോഡ കൈലാക്കിന് വേണ്ടി ശ്രമിച്ചതൊക്കെ ടാറ്റ പണ്ടേ വിട്ടതായിരുന്നു. സിക്ക വൈറസ് വന്നപ്പോഴേ ടാറ്റ മോട്ടോഴ്സിന് വണ്ടിയുടെ പേര് മാറ്റേണ്ടി വന്നു. അങ്ങനെ മാറ്റിയിട്ട് വന്നപ്പോൾ അവർ വോട്ടെടുത്തിട്ടാണ് തിരഞ്ഞെടുത്തത്, ഫാന്റാസ്റ്റിക്കോ നെയിം കണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സിവറ്റ് എന്നും ടിയാഗോ എന്നും അഡാർ എന്നും 3 പേരുകൾ, അഡോർ എന്നും 3 പേരുകൾ 37,000 സജഷൻസ് നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ് എന്ന് പറയുന്നത് ഉണ്ട് ഈ വണ്ടിക്ക്. അതായത് ഇപ്പോൾ പുതിയൊരു മോഡലും പുതിയൊരു കളറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വണ്ടി കളേഴ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വണ്ടി ഒന്നും കൂടി ക്യൂട്ടായിട്ടുണ്ട്, ഒന്നും കൂടി ഒരു ഭംഗിയുള്ള വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ EV എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ക്വാളിറ്റിയിൽ നമുക്ക് ഫീൽ ചെയ്തോ. ഇപ്പോൾ ടോഗിൾ സ്വിച്ച് ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ ടോഗിൾ സ്വിച്ച് ആണ് EVക്ക് ഇത് സാധാ സ്വിച്ചാണ്. എനിക്ക് ഇഷ്ടം ഈ സ്വിച്ച് ആണെങ്കിൽ കൂടി ക്വാളിറ്റി ടോഗിൾ സ്വിച്ചിനാണ്. അതുപോലെ പല പ്ലാസ്റ്റിക് കാര്യങ്ങളും പല കാര്യങ്ങളൊക്കെ EVക്കാണ് ക്വാളിറ്റി കൂടുതൽ. അപ്പോൾ EVയും PVയും 2 ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്നുള്ളത് 2 വണ്ടികളും തമ്മിൽ കണ്ട മനസ്സിലാവും ചെയ്യും. അതും ഒരു കാര്യമായിട്ട് പറയാം. ഇതിൻ്റെ ഒരു USP എന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റിയാണ്. ഒരു വലിയ കാറ് റൈഡ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ടിയാഗോ റോഡിലൂടെ ഓടിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ആൻഡുലേഷൻസും ഹൈവേയിലെ ഒരു ഹമ്പിൻ്റെ ഒരു കാര്യങ്ങളും ഒന്നും നമുക്ക് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ഇതിൻ്റെ വീൽ സൈസ് എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചാണ്. ആ വീൽ സൈസിൻ്റെ ഒരു ഗുണം മാത്രമല്ല, സസ്പെൻഷൻ്റെ ട്യൂണിങ്ങിൻ്റെ ഒരു ഗുണമുണ്ട്. അതായത് നല്ല മികവുള്ള ഒരു സസ്പെൻഷനാണ് ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു ടിയാഗോയ്ക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ബ്രേക്കുകൾ ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. എന്നാലും ആ ഒരു ഡിസ്ക് ബ്രേക്കും അല്ലെങ്കിൽ ഡ്രം ബ്രേക്കും കൂടിയിട്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് കാര്യമായിട്ട് കുറച്ച് തരുന്നുണ്ട്. അത് ചവിട്ടി കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്യുന്ന ഒരു ബ്രേക്ക് എനിക്ക് തോന്നി. ഈ സ്റ്റിയറിംഗിന് ലെതർ റാപ്പിംഗ് ഇല്ലാത്ത പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ കൈ തട്ടിയിട്ട് ഈ ബട്ടൺസ് ഞെങ്ങുന്നില്ല. അത് EVയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ സ്വിച്ചുകളൊക്കെ ഫ്ലഷ് ആണ്. പിന്നെ ഈ മാറ്റ് ഫിനിഷ് കളറും ഗ്രേയിഷ് ആണ് EVയിൽ, ഇതിൽ ബ്ലാക്ക് ആണ്. എനിക്ക് EVയുടെ ഗ്രേയിഷ് ആണ് ഇഷ്ടപ്പെട്ടത്. AC നല്ല ചില്ലാണെന്ന് പറഞ്ഞാൽ നല്ല കൂളിങ്ങുള്ള AC ആണ്. ഞാനിപ്പോൾ ACയുടെ ഒരു കൺട്രോൾസ് തിരിച്ചിരിക്കും കാണാം കേട്ടോ. അവിടെ 24 ഡിഗ്രി ഇട്ടും AC നല്ല കൂളിങ് വണ്ടിക്ക് അത് തരുന്നുണ്ട്. മിററുകൾ നല്ല കാഴ്ച തരുന്നുണ്ട്. അതായത് ഒരു ആദ്യ വണ്ടി വാങ്ങുന്ന ആൾക്ക് പറ്റിയ ഒരു വണ്ടിയാണ് ടിയാഗോ എന്ന് പറയാം. ഇപ്പോൾ ബേസ് മോഡലാണ് വാങ്ങുന്നതെങ്കിൽ കൂടിയും നമുക്ക് ഈ വണ്ടിയുടെ ഒരു മൊത്തമുള്ള സെറ്റപ്പൊക്കെ സെയിം ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ 4,69,000 രൂപ എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ആദ്യം ഒരു വണ്ടി വാങ്ങുന്ന ആൾക്ക് 1.2 ലിറ്റർ എഞ്ചിൻ കിട്ടും എന്നുള്ളത് ഗുണമായിട്ട് കാണാം. ഒരു 1 ലിറ്ററോ അല്ലെങ്കിൽ 800 കിട്ടുന്ന കാലത്ത് നിന്ന് മാറിയിട്ട് 1.2ലേക്ക് നമുക്ക് ഇനീഷ്യൽ വണ്ടി അല്ലെങ്കിൽ ആദ്യം വണ്ടി വാങ്ങുന്ന ആളുകളുടെ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് എന്നുള്ളതും കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമായിട്ട് വിവരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ട കാര്യമായിട്ട് ആദ്യം പറയുന്നത് എൻ്റെ ഗിയർ ഷിഫ്റ്റർ തന്നെയാണ്. ഗിയർ ഷിഫ്റ്റർ നോബ് ഫോർ എക്സാമ്പിൾ. പിന്നെ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിട്ട് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷനാണ്. പിന്നെ ഈ ക്ലസ്റ്ററും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അപ്പ് ചെയ്യാനായിട്ടും ഡൗൺ ചെയ്യാനായിട്ട് ഇൻഡിക്കേഷൻ കാണിക്കില്ല, അപ്പ് ചെയ്യാനായിട്ട് ഇൻഡിക്കേഷൻ കാണിക്കില്ല. ആ ഇൻഡിക്കേഷനിൽ നമുക്ക് ഇത് ഏത് ഗിയറിലാണെന്ന് മനസ്സിലാവും വണ്ടി നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ചെയ്ത് തരുന്നത്. പിന്നെ ഇത് റെവ് ചെയ്യുമ്പോൾ നമ്മുടെ മിഡ് റേഞ്ച് എത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു പവർ നമുക്ക് കിട്ടുന്നതെങ്കിലും ആ ഒരു മിഡ് റേഞ്ച് വണ്ടി കുറച്ചും കൂടി ഓഡിബിളാണ്, കുറച്ചും കൂടി നോയ്സിയാണ്. ആ 3 സിലിണ്ടറിൻ്റെ സ്വഭാവം ശരിക്കും അറിയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നല്ല 3 സിലിണ്ടർ എഞ്ചിനുകൾ
എഞ്ചിനുകളുണ്ട്. അതിൽ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഫോർഡിൻ്റെ എഞ്ചിനായിരുന്നു, ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് മാരുതിയുടെ എഞ്ചിനാണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ എഞ്ചിൻ്റെയും വെച്ച് അവർ സോർട്ട് ഓഫ് ആ ഒരു നല്ല ഒരു ലെവലിലേക്ക്, ഒരു വൃത്തിയായിട്ടുള്ള അധികം പ്രശ്നമില്ലാണ്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയുടെ ഒരു ലെവലിലേക്ക് എത്തിച്ചു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അതാണ് ഈ ഒരു വണ്ടിയുടെ കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ടിയാഗോ കണ്ടിട്ട് എന്ത് തോന്നി? ടിയാഗോയുടെ ആ ഒരു ഡാഷ്ബോർഡ് എടുത്ത് കളഞ്ഞ് 2 സ്ക്രീൻ വെച്ചതും ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഷേപ്പ് മാറ്റിയതും മൊത്തത്തിലുള്ള ഈ രൂപമാറ്റമൊക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നേ വണ്ടി ഒരു ഇത്തിരി കൂടി കാലികമായി, ഒരു ഇത്തിരി കൂടി കണ്ടംപററി ആയി. അത് വണ്ടിയുടെ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ടെന്ന് കേട്ടോ. ഞാൻ രാവിലെ ഈ വണ്ടി എടുത്തൊന്ന് ചുമ്മാ ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് നന്ദി ഹിൽസ് വരെ പോയപ്പോഴേ അവിടെ ചുമ്മാ ആ ഒരു തിരുവിലും വളവിലൊക്കെ കാല് കൊടുത്ത് ഓടിച്ചപ്പോൾ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വണ്ടി സെക്കൻഡ് ഗിയർ ഇട്ടേ ആ ഒരു സെക്കൻഡ് ഗിയർ തന്നെ നമുക്ക് ആവശ്യമുള്ള സ്പീഡ് ഓടിക്കാം. സ്പീഡ് കുറഞ്ഞാലും കുഴപ്പമില്ല. തിരുവൊക്കെ വരുമ്പോൾ ജസ്റ്റ് ബ്രേക്ക് മാത്രം യൂസ് ചെയ്ത് തിരിച്ച് ഞങ്ങൾക്ക് കയറിപ്പോൾ. അതായത് ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യ വണ്ടി ഓടിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് കാർ വാങ്ങുന്ന ബയേഴ്സിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണണം. ഫസ്റ്റ് കാർ വാങ്ങുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോഴേ ആ ആൾക്ക് എന്തായിരിക്കും ഒരു വണ്ടിയിൽ വേണ്ടി വരിക? ലൈറ്റ് ക്ലച്ച് വേണം, ചെക്ക്. അതുപോലെ ഓടിക്കാനുള്ള ലൈറ്റ് സ്റ്റിയറിംഗ് വേണം, ചെക്ക്. ബ്രേക്സ് കോൺഫിഡൻസ് തരണം, ചെക്ക്. ഇരുന്നാൽ നമുക്ക് എല്ലാം കാണണം, ചെക്ക്. അപ്പോൾ ആദ്യ കാർ ബയ്യറെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാം ടിയാഗോയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ടിയാഗോ വാങ്ങുന്ന ആളുകൾ അതുപോലെ ആദ്യ വണ്ടിയാണ് ഓടിക്കുന്നത് എന്നുള്ളതാക്കി അവർ മറ്റുള്ള വണ്ടികൾ ഓടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ NVH കൂടുതലാണെന്നോ ഇതിന് പവർ കുറവാണെന്നോ അങ്ങനെ പറയാനുള്ളൊരു ലെവലിലേക്ക് അവർ എത്തിക്കാണില്ല എന്നുള്ളതും ഈ ഒരു വണ്ടിയുടെ ഒരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഫസ്റ്റ് ബയേഴ്സിന് ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് പകർന്നു കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ടിയാഗോ. വണ്ടിയാണോ ടിയാഗോ എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഇന്ത്യയിൽ നിന്ന് കയറി നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത വണ്ടിയിൽ നിന്ന് കയറി നോക്കുക. അവിടെ നിന്ന് എത്രത്തോളം ടാറ്റ മോട്ടോഴ്സ് എത്തിയിട്ടുണ്ട് ഈ ഒരു ടിയാഗോയിൽ എത്തുമ്പോൾ എന്ന് ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കാരണം മനസ്സിലാവും. അതായത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ടിയാഗോ ഒരു നല്ല വണ്ടിയാണ്. ടിയാഗോ ഒരു ബെസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടി വാങ്ങാനും അതുപോലെ സാധാരണ ആൾക്കാർക്ക് ഒരു വണ്ടി വാങ്ങിയിട്ട് ഡ്രൈവ് ചെയ്ത് തുടങ്ങാനും പറ്റിയ ഒരു വണ്ടിയാണ് ടാറ്റ ടിയാഗോ എന്നുള്ളതാണ്. ഇതിൻ്റെ മുന്നിൽ ആ ഗ്രില്ലും അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് പീസ് ഉണ്ടല്ലോ, അതായത് ആ ഗ്രില്ലിൻ്റെ മുകളിലെ അതും സെപ്പറേറ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പാനലേ. ഈ പാനലിൻ്റെ ഒരു കണക്ഷൻ നോക്കിയേ, ഇത് കണ്ടോ? ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്ന് മനസ്സിലാവും നമുക്ക്. EVയിൽ അങ്ങനല്ല, ഒറ്റ മോഡലായിരുന്നു. പിന്നെ ഇവിടെ ഇവർ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് ഉണ്ട് ഇതിനകത്ത്. അതായത് ഫോഗ് ലാമ്പ് നമ്മൾ എക്സ്ട്രാ വാങ്ങി ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു ലൈൻസൊക്കെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സ്വഭാവമാണ്. ഇതവിടെ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ ബമ്പറിൽ കാണാം. ലോഗോ ഇവിടെ ക്രോമിലാണ്, അവിടെ ക്രോമ് ബോർഡറിലാണ്, അവിടെ വൈറ്റ് ആയിരുന്നെങ്കിൽ ഈ LED ലൈറ്റിലേ DRലുണ്ട് കേട്ടോ. ഒറ്റ മോഡലാണ് EVയിൽ. പിന്നെ LED ഹെഡ്ലാംപ്സിൻ്റെ കൂടെ ആ താഴെ ഈ വണ്ടിക്ക് ഫോഗ് ലാമ്പ് ഉണ്ട്. ഈ സ്വിച്ച് ഇവിടെ കണ്ടോ ഫോഗ് ലാമ്പിൻ്റെ? അപ്പോൾ ഈ സ്വിച്ച് നമുക്കെടുത്ത് EVയിൽ വെക്കാൻ പറ്റുമെന്നുള്ളതാണ് അവിടെ പ്രൊവിഷൻ കൊടുത്തത് EVക്ക് എന്ന് പറയുന്നത്. അതായത് EVയിൽ ഫോഗ് ലാമ്പ് പ്രൊവിഷൻ ഉണ്ട്, അത് ഒഫീഷ്യൽ ആക്സസറി ആണ്. അപ്പോൾ അതൊക്കെ. പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ ബോണറ്റിൻ്റെ കാര്യങ്ങൾ പറയാം. ബോണറ്റ് മാറിയിട്ടുണ്ട്, ബോണറ്റിൻ്റെ ഡിസൈൻ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇതാണ് പുതിയ ബോണറ്റിൻ്റെ മൊത്തത്തിലുള്ള രൂപം എന്ന് പറയുന്നത്. അത് ഒരു ഇത്തിരി കൂടി ഭംഗിയായിട്ട് സ്റ്റിൽ ഞാൻ അവിടെ ആ ബോണറ്റും ഹെഡ്ലാമ്പും ആ ബ്ലാക്ക് പീസും ചേരുന്നിടത്ത് ഒരു അൺഈവൻ ഫിനിഷ് അല്ലെങ്കിൽ ഒരു കൂടിച്ചേരാൻ എനിക്ക് തോന്നി. അതൊരു അരോചകമാണ് എന്ന് തന്നെ പറയാം. വശങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന് അലോയ് വീൽസ് ആണ്. അലോയ് വീൽസ് എന്ന് പറയുമ്പോൾ ഭംഗിയുള്ള അലോയ് വീൽസ്, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. CNGക്ക് അത് എയറോ വീൽസ് ആണ്, EVക്ക് അത് എയറോ വീൽസ് ആണ്. അത് CNG എന്ന് പറയുന്നത് തൊട്ട് നടത്ത വേരിയൻറ്റും EV എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണെങ്കിൽ കൂടിയും അവിടെ എയറോ വീൽസ് ആണ് എന്നുള്ളതാണ്. വശങ്ങളിൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ക്ലാഡിങ് ബ്ലാക്കിലാണ്, ഗ്രേ അല്ല. ആ ക്ലാഡിങ്ങിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ചെറിയ ഗ്ലിറ്ററിങ് പോലത്തെ ഡിസൈൻ തീമുണ്ടല്ലോ, അതും നല്ല ഭംഗിയായിട്ട് തോന്നി. ബാക്കിലെ ഡ്രം ബ്രേക്ക്. അപ്പോൾ അതൊക്കെ ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. പിന്നെ ടിയാഗോയുടെ വശങ്ങളിൽ കാര്യമായിട്ടൊന്നും പറയില്ല. ആ ബോഡിയുടെ മുകളിൽ, അതായത് വിൻഡോയുടെ ലൈനിൻ്റെ മുകളിൽ കൊടുത്ത ബ്ലാക്ക് എലമെൻ്റ് ഇല്ലേ, അത് സ്റ്റിക്കർ ഇതിനകത്തില്ല. അത് ഭംഗി എന്ന് പറയുന്നത് PVക്കാണ്, പെട്രോൾ വെഹിക്കിളിനാണ് EVയെക്കാളും. ഈ ബോർഡർ ലൈൻ കണ്ടോ? ഇത് EVയിൽ ഇങ്ങനെ മുകളിൽ കൂടെ ലൈൻ കൊടുക്കുന്നുണ്ട്. പണ്ട് താറോക്സിലൊക്കെ കണ്ട പോലെ അതിനില്ല. അത് ഇതിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്. ബാക്കിൽ കണക്റ്റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു വെർട്ടിക്കൽ ലൈറ്റുകൾ, ടൈലാമിനകത്തുള്ളത് വെർട്ടിക്കൽ ക്യൂബ്സ് ആണ് ആ ബ്രേക്ക് ലൈറ്റിൻ്റെ ലൈറ്റ് എന്നുള്ളത് രസമായിട്ട് തോന്നി. പിന്നിലേ ആ കണക്റ്റഡ് ലൈറ്റ് ഡമ്മിയാണേ, അതിനകത്ത് ബൾബൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊള്ളാം. സ്റ്റിൽ ഇവിടെ ചെറിയ പാനൽ ഗ്യാപ്പൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ ഒരു പാനൽ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് എൻട്രി ലെവൽ കാറായ നിലയ്ക്ക് ആ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ക്ഷമിക്കാം. കാരണം അതൊരു വിഷയമായിട്ട് കാണേണ്ടതില്ലാന്ന് തോന്നുന്നു. പിന്നെ അടിയിലെ ബമ്പറിന് 2 കളേഴ്സ് ഉണ്ട്. കൂടാതെ ബമ്പറിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ആ ഒരു ബ്ലാക്കും ബോഡി കളറും 2 റിഫ്ലക്ടർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതെ നിങ്ങൾക്ക് കാണാം 2 സെൻസറും ആ റിവേഴ്സ് ലൈറ്റും കാണാം. ഇതാണ് HMSL, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്. പിന്നെ ഷാർക്ക് ഫിൻ ആൻ്റണി. പക്ഷേ കണക്റ്റഡ് ലൈറ്റ് ഡമ്മിയാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇത്
സെഗ്മെൻറ്റുകളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ കൂടിയ സെഗ്മെൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ കത്തുന്ന ലൈറ്റ് കൊടുക്കും, ചെറിയ സെഗ്മെൻറ്റ് ആകുമ്പോൾ കത്തുന്ന കാര്യമില്ല. കാരണം കോസ്റ്റും കൂടി ഉണ്ടല്ലോ. ഒരു ബൾബിന് എന്ത് വില വരാനാണെന്ന് നോക്കണ്ട. ഒരു ബൾബ് ഒരു കാരണമാണ്, 10 കാരണമാകുമ്പോൾ അത് കൂടും, 100 കാരണമാകുമ്പോൾ അത് കൂടും, 1000 കാരണമാകുമ്പോൾ അത് കൂടും. ഓക്കെ, അതൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ ആയിരിക്കും. പിന്നെ താഴെ കൊടുത്തുള്ള റിവേഴ്സ് ലൈറ്റ് മുകളിൽ HMSL, അതായത് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും, പിന്നെ ആ 2 പാർക്കിംഗ് സെൻസറും ആ ഡുവൽ ടോൺ ബമ്പറൊക്കെ കാണാൻ ഭംഗിയുണ്ട് പറഞ്ഞാൽ ഒരു ക്യൂട്ടാണ്. ആ ഹാച്ച് ഡോറിന് മാത്രം ഒരിക്കലും വെയിറ്റ് ഫീൽ ചെയ്യില്ല. കാരണം ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടികളുടെ കാര്യം പറയുമ്പോൾ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും 2 ഡോറുകൾ അടയ്ക്കുന്ന ഒരു ഫീല് ഹാച്ച് ഡോർ കിട്ടിയില്ല. സ്റ്റിൽ 264 ലിറ്ററോളം ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്. CNG ടാങ്ക് അടിയിലാണെങ്കിലും ആ CNG ടാങ്കിലും അത്യാവശ്യം, CNG ടാങ്കുകളുടെ മോഡലിലും അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എക്സ്റ്റീരിയറിന് ചേഞ്ചസ് ഇത്രയുമാണ് പറയാനുള്ളത്. പിന്നെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടിമുടി മാറിയിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ ഫാബ്രിക് ഇൻസേർട്ട് വന്നു. ഇതും റീസൈക്കിൾഡാണ് 20% EV പോലെ. പിന്നെ 2 സ്ക്രീനുകൾ, ഇത് 10 ഇഞ്ചാണ്. ഞാൻ EVയിൽ 7 ഇഞ്ച് പറഞ്ഞ തെറ്റാണ്. 10 ഇഞ്ച് സ്ക്രീനിനകത്ത് 5 ഇഞ്ച് ആ ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ RPM മീറ്ററോ ടാക്കോമീറ്ററും കൂളൻ ടെമ്പറേച്ചറും ഫ്യൂൽ മീറ്ററും വലതുവശത്ത് കാണാം. ഇത് അത്യാവശ്യം ഇൻറ്റ്യൂട്ടീവാണ്, അത്യാവശ്യം റെസ്പോൺസീവ് ആണ്. എനിക്ക് അത് ഇഷ്ടപ്പെട്ട കാര്യം 360 ഡിഗ്രി ക്യാമറയാണ്. ബാക്കി UA ഒക്കെ കൊള്ളാം. UA ഒക്കെ നമ്മൾ നെക്സോണിൽ കണ്ടിട്ടുണ്ട്, പഞ്ചിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുള്ള സാധനമാണ്. AC ഒരു കൺട്രോൾസ് ഒക്കെ ഉണ്ടോ, അത് നമുക്ക് അതിനകത്ത് കാണാം, താഴെ കാണാം. അപ്പോൾ ഫിസിക്കലും അല്ലെങ്കിൽ ടച്ച് കൺട്രോളുമുള്ള AC രണ്ടായിട്ട്, ഒന്നായി നിന്ന് 2ആയി കൺട്രോൾ പറഞ്ഞാൽ 2ആയിട്ട് യൂസ് ചെയ്യുന്ന AC കൺട്രോൾസ് ആണ്. ഫിസിക്കൽ ബട്ടൺസിനൊക്കെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സ്വിച്ചുകളുടെ ഒരു ക്രോം എലമെന്റ് ഒക്കെ കൊള്ളാം. ഇവിടെ ഒരു ചെറിയ ഒരു ഗ്രേ ഫിനിഷും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്, നടുവിൽ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ഡിസൈൻ എലമെന്റുകൾ എന്ന നിലയ്ക്ക് കാണാൻ ഭംഗിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രൊട്രൂഡ് ചെയ്യുന്ന AC വെൻ്റെയും വണ്ടി കയറിയപ്പോൾ കാലിൻ്റെ മുട്ടിന് വേദന വന്നു. അത് എൻ്റെ ശ്രദ്ധയില്ലായ്മ ആയിരിക്കാം, അതെല്ലാവർക്കും ഉണ്ടോ എന്ന് അറിയില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട് ഗ്ലോ ബോക്സിൽ, നല്ല കാര്യമായിട്ട് തോന്നി. EVക്ക് വിഭിന്നമായിട്ട് ഇതിനകത്ത് വയർലെസ് ചാർജർ കണ്ടു, അത് ഒരു നല്ല കാര്യമാണ്. ഈ ഷിഫ്റ്ററിൻ്റെ ഈ ഒരു ലെതർ ബൂട്ടൊക്കെ നല്ല ക്വാളിറ്റി ഫീലാണ്, ക്വാളിറ്റി ഉണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, കപ്പ് ഹോൾഡേഴ്സ് മാത്രമല്ല ഒരു ആംറസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യം. പിന്നെ സീറ്റുകളിലേക്ക് വന്ന ഫാബ്രിക് സീറ്റുകളിൽ ഹെഡ് റെസ്റ്റ്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുള്ള സീറ്റുകളിൽ തൈ സപ്പോർട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വണ്ടിയുടെ ഒരു ഗുണമായിട്ട് കാണാം. അതായത് നമുക്കൊന്നുകൂടി സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് ടോഗിൾ സ്വിച്ചുകൾ എന്ന് പറയുന്നത് EVയുടെ പോലെയല്ല, സാധാ സ്വിച്ചുകളാണ്. അതിൽ ഓട്ടോ ഡൗൺ മാത്രമേ ഉള്ളൂ ഡ്രൈവർ സൈഡിൽ, ബാക്കിയൊന്നുമില്ല. ഈ ഫ്ലിപ്സ്നെസ് ഇവിടെയും കാണാം. അപ്പോൾ ഈ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ EVയുടെ പോലെ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകളും അങ്ങനെ തന്നെയാണ്. ബാക്കിൽ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ സീറ്റ് ബെൽറ്റിന് ലോഡ് സെൻസർ ഇല്ല, അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് വെച്ചില്ലെങ്കിൽ അത് കൂക്കു നോക്കിക്കൊണ്ടിരിക്കും, അതൊന്നും ചെയ്യാനില്ല. പിന്നെ പാർഷ്യൽ സെൽഫ് ഉണ്ട്, പാർഷ്യൽ സെൽഫിൻ്റെ കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ലളിതമായിട്ടുള്ള ഒരു വണ്ടിയല്ല ടിയാഗോ. ഇപ്പോൾ ഒന്നും കൂടിയും ഫീച്ചർ റിച്ചായി. ക്യാമറ വന്നു, അതായത് 360 ക്യാമറ വന്നു, ഡിജിറ്റൽ ക്ലസ്റ്റർ വന്നു, അതുപോലെ സ്ക്രീൻ വലുതായി, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഈ വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട്. ഓട്ടോ ഫോൾഡിങ്ങുള്ള മിററുണ്ട്, മിററിൻ്റെ ഫോൾഡിംഗ് ഒക്കെ തന്നെയും നല്ല കാര്യമായിട്ട് കാണാം. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. ആ ഒരു കീ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ടിയാഗോയുടെ കീക്ക് എന്തെങ്കിലും മാറ്റണ്ടോ? ടിയാഗോയുടെ കീ അന്നും ഇന്നും എന്നും ഒരേപോലെയാണ് കേട്ടോ. ടാറ്റ നെക്സോയുടെ കീയാണ്, അല്ലെങ്കിൽ ടാറ്റയുടെ ആ ഒരു തീമിലുള്ള കീയാണ് കേട്ടോ. ഈ സൺവൈസറുകളുടെ ക്വാളിറ്റിയൊക്കെ ഒത്തിരി കൂടി കൂടുതൽ EVയിലാണ്. മിറർ, അതുപോലെ ഇവിടെ ഈ ഒരു കടന്ന ഈ ഒരു സാധനം കണ്ടോ, എയർ ബാഗ് ഓഫ് ആണെന്നുള്ളതും ലൈറ്റൊക്കെ. എനിക്ക് തോന്നുന്നേ EVയും PVയും തമ്മിലുള്ള വ്യത്യാസം ക്വാളിറ്റിയിൽ നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അതൊരു കുറവാണോ കുറ്റമാണോ എന്നല്ല, കാരണം എനിക്ക് വില കൂടുതലാണ്, ഈ വണ്ടിക്ക് വില കുറവാണ്. പക്ഷേ ഒരു കൗതുകം ഉണ്ടല്ലോ, BAS അഥവാ ബാറ്ററി ആസ് എ സർവീസ് എന്ന നിലയ്ക്ക് ഇതേ വിലയ്ക്ക് 4,69,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഇറക്കാന്ന് പറഞ്ഞില്ലേ, ഇതേ പ്രൈസിക്ക് നമുക്ക് EVയും ഇറക്കാം ബേസ് മോഡൽ വിത്ത് BAS. അത് കൊള്ളാം അല്ലേ? അതായത് പ്രൈസിങ്ങിൻ്റെ ഒരു കാര്യം കേട്ടോ. നമുക്ക് വൈപ്പേഴ്സ് ഇപ്പോൾ കാണാം കേട്ടോ, പക്ഷേ ബോണറ്റ് കാണില്ല. ഒന്നുകൂടി കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, കുഴപ്പമില്ല. ഇത് ഒരു സ്ക്രൂ ആണ്, സ്ക്രൂ അടയ്ക്കാൻ വേണ്ടി എയർ ബാഗ് വെച്ചിട്ട് അവിടെ എയർ ബാഗ് ഇല്ല. പിന്നെ അവിടെ സ്പീക്കേഴ്സ് കാണാം. ഓക്കെ, ഹാർമൻ്റെ സിസ്റ്റം മാറ്റിയിട്ടുണ്ട് അവർ. സൗണ്ട് ക്വാളിറ്റി തീരെ കൊള്ളില്ല പറഞ്ഞാൽ ടാറ്റ ടിയാഗോയുടെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു USP യൂണിക് സെല്ലിംഗ് പോയിന്റ് ഒന്നെന്ന് പറയുന്നത് ആ സൗണ്ട് ക്വാളിറ്റി ആയിരുന്നു. അതിപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇല്ല എന്നുള്ളത് ഒരു സാഡായിട്ട് പറയാണ്. ഈ ക്ലസ്റ്ററും അല്ലെങ്കിൽ ആ സ്ക്രീനും വെച്ചേക്കുന്നത് വൃത്തിയായിട്ടാണ്. അതിൻ്റെ ബാക്കിൽ ആ ലൈൻസൊക്കെ കാണില്ല. ആ ലൈൻസൊക്കെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു തീമാണ്. ഡാഷ്ബോർഡിന് ഒത്തിരി വലിപ്പം കൂടുണ്ട്, നമുക്ക് ഒത്തിരി അകലെയാണ് ഇപ്പോൾ ഗ്ലാസ് എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയും രസമുണ്ടോ, രസമായിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. പിന്നെ ഡെഡ് പെഡലുണ്ട്. ഈ ക്ലച്ചിൻ്റെ ട്രാവൽ കൊള്ളാം, ചെറിയ ട്രാവലേ ഉള്ളൂ, അത് നമുക്ക് ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ത്രോട്ടിൽ റെസ്പോൺസും അത്യാവശ്യം നല്ലതാണ്. അതായത് EV പോലെ മോഡുകളൊന്നും ഈ വണ്ടിക്കകത്ത് കണ്ടില്ല. സ്റ്റിൽ ഇന്നത് ഓടിക്കാനായിട്ട് നല്ല ഫൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ മീഡ് റേഞ്ച് കയറി ഡൗൺ ചെയ്യാണ്. തേർഡ് 4,000 RPM, 5,000 RPM, 6,000 RPM. പോകുന്ന പോക്ക് കണ്ടോ. അങ്ങനെ ഹൈ സ്പീഡ് റെജീമിലേക്ക് എത്തുമ്പോഴേ, അഥവാ ഹൈ സ്പീഡ് നമ്മൾ എത്തുമ്പോൾ എയർപ്ലെയിനിലൊക്കെ V1 എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ എത്തുമ്പോഴേ നമ്മൾ ഗിയർ ലിവറിൻ്റെ മുകളിൽ കൈ വെച്ചാൽ ഗിയർ ലിവറിന് ഒരു ഞെട്ടൽ വരും. അയ്യോ സ്പീഡ് കൂടണോ, അയ്യോ
ഞെട്ടൽ വരുന്നുണ്ട്. അത് കേബിൾ ഓപ്പറേറ്റർ ഗിയർ ലിവറിൻ്റെ സ്വഭാവമല്ല. ഐ ഡോണ്ട് നോ എന്താ കാര്യം എന്നുള്ളത്. പിന്നെ ഈ EVക്ക് 14 ഇഞ്ച്, ഈ വണ്ടിക്ക് 15 ഇഞ്ച് വീലുകളാണ്. അതും ഒരു വ്യത്യാസമുള്ള കാര്യമായിട്ട് പറയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ടിയാഗോ EVയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ. ഈ കാൽക്കുലേറ്റർ ഫോണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുപോലെ ഈ സ്ക്രീനിൻ്റെ ഫിറ്റ്മെൻറ്റ് നല്ലതാണ്. AC വെൻറ്റുകൾ, 2 AC വെൻറ്റുകളും ഈ ഒരു AC വെൻറ്റിൻ്റെ പ്രൊട്യൂഷൻ നല്ലതാണ്. കുറേ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ PVയിൽ പെട്രോൾ വെഹിക്കിളിൽ EVക്ക് വിനായിട്ട് അത് പഴയ പാർട്സ് പിന്നെടുത്താണ്. ഇത് ഓക്കെ, അതൊന്നും പ്രശ്നമായിട്ട് പറയില്ല. കാരണം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിൽക്കണമെങ്കിൽ അതൊക്കെ വേണം. ഓട്ടോ ഡിമ്മിങ്ങുള്ള മിററല്ല, അതൊന്നും ഈ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ഒരു വിലയിൽ വേണ്ട കാര്യങ്ങളുമല്ല. ഈ കൺസോൾ നല്ല ഭംഗിയുണ്ട് ചെയ്യാനുണ്ട്. 2 ഒരു മൊബൈൽ പോർഷൻ വെച്ചാൽ 1 വയർലെസ് ചാർജിങ്ങുകളും നല്ലതാണ്. പിന്നെ ഇലക്ട്രിക് പവർ ബ്രേക്ക് അല്ല, സാധാ പവർ ബ്രേക്കാണ്, ഓട്ടോമാറ്റിക്കലി അതങ്ങനെ വരുള്ളൂ. അതും ഒരു കാര്യമായിട്ട് കാണാം. ഈ ഗ്ലോ ബോക്സിൻ്റെ ലിഡ് തുറക്കുമ്പോൾ ഒരു കട സൗണ്ട് ഉണ്ട്. അത് ആ പ്ലാസ്റ്റിക് ഒരു ഇതൊക്കെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും പലയിടത്തും ഹാർഡ് പ്ലാസ്റ്റിക് ഉണ്ട്. ആ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം നമുക്ക് അവിടെ കാണാം. പിന്നെ പാനൽ ഗ്യാപ്പുകൾ കൺസിസ്റ്റൻ്റ് അല്ല. ലൈറ്റിൻ്റെ അവിടെ അല്ലെങ്കിൽ ബോണറ്റിൻ്റെ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഒരു ക്വാളിറ്റിയുടെ ഒരു ഭാഗമായിട്ട് പറയാം. പക്ഷേ ടാറ്റ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്റ്റിൽ കുറച്ചും കൂടി വരാണ്ട്. എന്തായാലും വരുന്ന കാലങ്ങളിൽ അത് വരും, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നത് സംശയമേതുമില്ലാത്ത ഒരു കാര്യമാണ്. അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടികൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനും ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. 13.4 കിലോമീറ്റർ ഇത്രയും കുന്തളിപ്പ് കാണിച്ചിട്ട്. അപ്പോൾ ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് കൂടി പറ്റിയ വണ്ടിയായിട്ട് ടിയാഗോ മാറിയിട്ടുണ്ടോ? ടിയാഗോ ഓൾറെഡി ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്. സിറ്റി യൂസിനും ഒക്കേഷണൽ ഹൈവേ ഡ്രൈവിങ്ങിനുമൊക്കെയാണ് നിങ്ങൾ വണ്ടി നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് പെട്രോൾ വണ്ടിയാണ്. അതല്ല, ഡെയിലി ഓട്ടം ഉണ്ട്, അത് ആവശ്യത്തിനുള്ള ഓട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് CNG ആണ്. അതല്ല, ഞാൻ പറഞ്ഞ കോസ്റ്റ് എഫക്റ്റീവ്, അതല്ല, കാശ് വലിയ വിഷയമല്ല. അതായത് നമുക്ക് പൈസ ഒരു പ്രശ്നമല്ല, നമുക്ക് EV വാങ്ങാം. അതല്ല, നല്ലോണം ലാഭം വേണമെന്ന് പറയുന്നത് EV എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ ഒരു ഹോൾ പോയിന്റ് ലാഭമാണ്. അതല്ല ഇഷ്ടം പോലെ ഓട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് EV വാങ്ങാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഗിയർ ഇട്ടു. സെക്കൻഡ് ഗിയറിൽ ഒന്ന് ഫ്ലാറ്റ് ഔട്ട് ചെയ്യാണ്. സെക്കൻഡ് ഗിയറിൽ ഫ്ലാറ്റ് ഔട്ട് ചെയ്യുന്ന രസമാണ്. ഓക്കെ, ലോ എൻഡ് കഴിഞ്ഞ് മുഴുവൻ വണ്ടി തീർക്കണമെങ്കിൽ ശരി എന്നാ.